കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നീർണാകുന്നേൽ കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചക്കുവള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കർഷക ദിനാചരണ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നീർണാകുന്നേൽ കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. അത്യാവശ്യമൊക്കെ ഗതി പിടിച്ചു പോകുന്നത് നമ്മുടെ ഈ മേഖലയാണ്. കുരുമുളക് പ്രാവശ്യം വിലയുണ്ട്, ഏലക്കായ്ക്ക് നശിച്ചാൽ വിലയുണ്ട്. പക്ഷേ ഒരേക്കർ റബ്ബറിന് കിട്ടുന്ന 25,000 രൂപ ഒരേക്കർ കിട്ടുന്ന റബ്ബർ കിട്ടുന്ന 25,000 രൂപ ഒരു വർഷം കിട്ടുന്ന ഒരു കർഷകനെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ന് കാഞ്ഞിരപ്പള്ളി, കോട്ടയം ഏറിയതൊക്കെ ഈ നാടുകളൊക്കെ സ്ഥലം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മുഴുവൻ ആളുകൾ നമ്മുടെ മക്കൾ മുഴുവൻ വിദേശത്തേക്ക് പോവുകയാണ്. ചടങ്ങിൽ വെച്ച് മുതിർന്ന കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് മാത്യു, മികച്ച ജൈവ കർഷകൻ ലാലച്ചൻ കമ്പിയിൽ, വനിതാ കർഷക ത്രേസ്യ ജോസ്, പട്ടികവർഗ കർഷക ചുരുളിയമ്മ വാസകർ, വിദ്യാർത്ഥി കർഷകൻ റയോൺ റിനേഷ്, ക്ഷീര കർഷകൻ എബ്രഹാം അത്തിമുട്ടിൽ, മികച്ച നെൽ കർഷകൻ സജിമോൻ താന്നിക്കൽ എന്നിവർക്ക് പൊന്നാടയണിയിച്ച് ആദരവും ഉപഹാരങ്ങളും നൽകി. ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു അനിൽകുമാർ, ആശാ സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.